പ്രധാനമായും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഗുരുതരമായ അഴിമതി ആരോപണങ്ങളെ സംബന്ധിച്ചും സാമ്പത്തിക ക്രമക്കേടുകളെ സംബന്ധിച്ചും സമഗ്രതല സ്പർശിയായിട്ടുള്ള ചർച്ച പാർലമെൻറ്റിൽ ഉണ്ടാകണമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷ കക്ഷി നേതാക്കൾ ഒറ്റക്കെട്ടായി ഇന്നത്തെ സമ്മേളനത്തിൽ ഉന്നയിച്ച പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ആവശ്യം. കാരണം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട മൗലികമായ വിഷയം ഉയർത്തിക്കൊണ്ടാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെൻറ് രാജ്യത്ത് അധികാരത്തിൽ വന്നതെങ്കിൽ ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം രാമക്ഷേത്രം നിർമ്മിച്ചു. നൂറുകണക്കിന് കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടും അഴിമതിയുമാണ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. അന്വേഷണത്തിൽ തന്നെ അത് ബോധ്യപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ സ്വാഭാവികമായും പാർലമെൻറ്റ് അതിനുശേഷം ചേരുന്ന സമ്മേളനമെന്ന നിലയിൽ ആ കാര്യത്തെ സംബന്ധിച്ച് വളരെ ഘടനാപരമായിട്ടുള്ള സ്ട്രക്ചേർഡ് ഡിസ്കഷൻ രാമമന്ദിർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അയോധ്യയുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ചുണ്ടാകണമെന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ആവശ്യം. രണ്ട്, നമുക്കറിയാം ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ അപകടത്തിലാക്കുന്ന നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിനെ സംബന്ധിച്ച് വളരെ പ്രധാനമായും നീറ്റ് എക്സാമിനേഷൻ ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളെ സംബന്ധിച്ചും വിശദമായ ചർച്ച സഭയിലുണ്ടാകണം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഉൾപ്പെടെയുള്ളവർ ദേശീയ തലത്തിൽ പ്രക്ഷോഭരംഗത്താണ്. ഡൽഹിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ജനകീയമായ പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നീറ്റ് എക്സാമിനേഷൻ ഉൾപ്പെടെയുള്ള ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനുകളിൽ വന്നിട്ടുള്ള ഗുരുതരമായ തട്ടിപ്പും ക്രമക്കേടും സഭയിൽ പ്രധാന വിഷയമായി പ്രത്യേകമായി ചർച്ച ചെയ്യണമെന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ആവശ്യം. അതുപോലെ തന്നെയാണ് പെട്രോളിൻ്റെ വിലവർധനവും പെട്രോൾ E20 അല്ലെങ്കിൽ എത്തനോളുമായി മിക്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നവും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ആശങ്ക ഉയർത്തുന്നതാണ്. ആ കാര്യത്തെ സംബന്ധിച്ച് സമഗ്രമായ ചർച്ചയുണ്ടാകണമെന്നുള്ള മൂന്ന് പ്രധാനപ്പെട്ട പൊതുവായ ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കപ്പെട്ടത്. അതോടൊപ്പം നമുക്കെല്ലാവർക്കും അറിയാം FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബില്ല് സഭയിൽ അവതരിപ്പിച്ചുവെങ്കിൽ പോലും കേരള സംസ്ഥാന നിയമസഭയിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭയിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് ബില്ല് പാസ്സാക്കാൻ വേണ്ടി തയ്യാറായില്ല. ഇന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ആ ബില്ല് പാസ്സാക്കാതെ പകരം ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് നിയമം പ്രാബല്യത്തിൽ വരുത്താനുള്ള ശ്രമമാണ് സത്യത്തിൽ ഗവൺമെൻറ് നടത്തിയത്. അതുകൊണ്ട് ആ ബില്ല് പാർലമെൻറ്റിൻ്റെ ജോയിൻറ്റ് കമ്മിറ്റിക്ക് റെഫർ ചെയ്യണമെന്നുള്ള പൊതുവായ ആവശ്യമാണ് സഭയിൽ പ്രധാനമായും FCRA ബില്ലിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. വലിയ തോതിൽ ആശങ്ക ഉളവാക്കുന്നതാണ് FCRA ബിൽ. വളരെ വസ്തുതാപരമായി യുക്തിസഹമായി ന്യായമായി ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എല്ലാ ഓർഗനൈസേഷനെയും പ്രതികൂലമായി ബാധിക്കുന്ന നിലയിലുള്ള FCRA ബിൽ ഒരു കാരണവശാലും ഈ രൂപത്തിൽ നടപ്പാക്കാൻ പാടില്ല. അത് കമ്മിറ്റിക്ക് റെഫർ ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. അതുപോലെ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അത് നിശ്ചയിക്കാനുള്ള അധികാരമില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ള പശ്ചാത്തലത്തിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള ആശയക്കുഴപ്പം പരിഹരിക്കാനും ഗവൺമെൻറ്റിൻ്റെ ആ കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കാനും പര്യാപ്തമായ നിലയിലുള്ള ചർച്ച സഭയിൽ ഉണ്ടാകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. അതുപോലെ ലേബർ കോഡ്സും എംപ്ലോയീസ് പെൻഷൻ സ്കീം, ഏറ്റവും ഒടുവിൽ 2026 പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള എംപ്ലോയീസ് പെൻഷൻ സ്കീം ഉൾപ്പെടെ ലേബർ കോഡുകൾ നിലവിൽ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നൂറുകണക്കിന് ജീവനക്കാരെ ഏകപക്ഷീയമായി മാനേജ്മെൻറ്റ് പിരിച്ചുവിടുന്ന നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ രാജ്യത്ത് സാമൂഹ്യ പ്രത്യാഘാതം സൃഷ്ടിച്ചിരിക്കുന്നു. അത് ചർച്ച ചെയ്യണമെന്നത് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ സഭയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പൊതുവായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഒറ്റക്കെട്ടായി ഇന്നത്തെ ദിവസം ചർച്ചയിൽ പങ്കെടുത്തത്. അതുപോലെ TMCയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം TMCയുടെ പ്രതിനിധിയായിട്ടുള്ള മൗവ മൈത്ര ഉന്നയിച്ചു. വളരെ സങ്കീർണമായിട്ടുള്ളതാണ്. കാരണം TMCയിലുണ്ടായ ഭിന്നിപ്പിനെ തുടർന്നുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ മറ്റൊരു പാർട്ടിയിൽ ചേർന്നതായി ലയിച്ചതായിട്ടാണ് അവരവകാശപ്പെടുന്നത്. പക്ഷേ സ്പീക്കർ ആ കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല. ആ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന സമയത്താണ്
ആ വിഭാഗത്തെ അംഗീകരിച്ചുകൊണ്ട് ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ശക്തമായ പ്രതിഷേധമുയർത്തിക്കൊണ്ട് ആദ്യഘട്ടത്തിൽ പ്രതിഷേധ സൂചകമായി മുഴുവൻ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും DMKയും ആം ആദ്മി പാർട്ടിയും ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും ഗവൺമെൻറ്റിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വാക്കൗട്ട് നടത്തി. വാക്കൗട്ടിന് ശേഷം പ്രതിഷേധം പ്രകടിപ്പിച്ചതിന് ശേഷമാണ് തുടർന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്തിയില്ല. ഈ വിഷയങ്ങൾ ആലോചിച്ച് ഉചിതമായത് ചെയ്യാമെന്ന് പറഞ്ഞതല്ലാതെ ഫലപ്രദമായിട്ടുള്ള ഒരു പ്രതികരണവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കൃത്യമായി ആ യോഗത്തിൽ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് ഗവൺമെൻറ്റും സ്പീക്കറും തീരുമാനിക്കുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.